നമസ്കാരം. മലയാള സിനിമയിലെ മിടുമിടുക്കനായ നടനായി വളർന്ന സലീം കുമാർ തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് നേരിട്ട കഠിനമായ തിരസ്കരണത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പലപ്പോഴും ഓർത്തെടുത്തിരുന്നു. സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച കാലത്താണ് പ്രശസ്ത സംവിധായകൻ സിബി മലയിലിൻ്റെ നീ വരുവോളം എന്ന ചിത്രത്തിലേക്ക് സലീം കുമാറിന് ക്ഷണം ലഭിക്കുന്നത്. ചിത്രത്തിൽ കലാഭവൻ മണി ചെയ്യേണ്ടിയിരുന്ന സമാന്തര കോളേജിലെ പ്യൂണിൻ്റെ വേഷമാണ് മണിയുടെ തിരക്കുകൾ കാരണം സലീം കുമാറിന് ലഭിക്കുന്നത്. ഏഷ്യാനെറ്റിലെ സിനിമാല, കോമിക്കോള എന്നീ പരിപാടികളിലൂടെ ശ്രദ്ധേയനായ സലീമിനെ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ പ്രേംകുമാറാണ് ഈ വേഷത്തിലേക്ക് നിർദ്ദേശിച്ചത്. കോട്ടയത്തെ ലൊക്കേഷനിലേക്ക് തിരിക്കും മുൻപ് അമ്മയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ച് ഭാവി സിനിമാ താരത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നെയ്താണ് അദ്ദേഹം ബസ് കയറിയത്. ചിത്രത്തിൽ തനിക്കുണ്ടായിരുന്ന 11 സീനുകളിൽ 9 സലീം കുമാർ വളരെ ഭംഗിയായി പൂർത്തിയാക്കിയിരുന്നു. ബാക്കി 2 സീനുകൾ നടന്മാരായ ജഗതി ശ്രീകുമാറും തിലകനും എത്തിയ ശേഷമാണ് ചിത്രീകരിക്കേണ്ടിയിരുന്നത്. ജഗതിയും തിലകനും മദ്യപിക്കുന്ന രംഗത്ത് അവർക്ക് മദ്യം പകർന്നു നൽകുന്നതായിരുന്നു സലീം കുമാറിന്റെ വേഷം. എന്നാൽ ആ രംഗത്തിലെ സലീം കുമാറിന്റെ അഭിനയ ടൈമിംഗ് ജഗതി ശ്രീകുമാറിന് ഒട്ടും തൃപ്തികരമായി തോന്നിയില്ല. അദ്ദേഹം തന്നെ പലതവണ കട്ടുപറയുകയും അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജഗതിയെ പോലൊരു പ്രതിഭയ്ക്കൊപ്പം നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സലീം കുമാറിന് അതിന് സാധിച്ചില്ല. ഒടുവിൽ അറിയാൻ പാടില്ലെങ്കിൽ ഈ പണിക്ക് വരരുത് എന്ന് ജഗതി അദ്ദേഹത്തെ ഉപദേശിച്ചു. തിലകൻ, ക്യാമറമാൻ ആനന്ദകുട്ടൻ, സംവിധായകൻ സിബി മലയിൽ എന്നിവരുടെയും ചുറ്റും കൂടിയ ജനങ്ങളുടെയും മുന്നിൽ വെച്ചാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അന്ന് വലിയ മാനസിക വിഷമത്തോടെയാണ് സലീം കുമാർ മുറിയിലേക്ക് മടങ്ങിയത്. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് പ്രൊഡക്ഷൻ മാനേജർ പ്രഭാകരൻ ഭക്ഷണവുമായി മുറിയിലെത്തി. ആഹാരം കഴിച്ച ശേഷം അദ്ദേഹത്തോടൊപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയ പ്രഭാകരൻ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. തനിക്കിനി സിനിമയിൽ അവസരമില്ലെന്നും തന്നെ ഒഴിവാക്കിയതാണെന്നും സലീം കുമാറിന് പതുക്കെ മനസ്സിലായി. കയ്യിൽ ഒരു നയാ പൈസ പോലും ഇല്ലാതെ എറണാകുളത്തേക്കുള്ള ട്രെയിനുകൾ നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട സണ്ണി എന്ന പ്രവാസി മലയാളിയോട് പേഴ്സ് പോക്കറ്റടിച്ചു പോയെന്ന നുണ പറഞ്ഞ് 20 രൂപ കടം വാങ്ങിയാണ് സലീം കുമാർ നാട്ടിലേക്ക് വണ്ടി കയറിയത്. സലീമിൻ്റെ ടെലിവിഷൻ പരിപാടികൾ കണ്ട് പരിചയമുണ്ടായിരുന്ന സണ്ണി ആ പണം തിരികെ നൽകരുതെന്നും അതൊരു സൗഹൃദത്തിൻ്റെ തുടക്കമാകട്ടെ എന്നും ആശംസിച്ചാണ് തുക കൈമാറിയത്. ആഴ്ചകൾക്ക് ശേഷം എറണാകുളത്ത് മംഗല്യ പല്ലക്ക് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് PRO വാഴൂർ ജോസ് പറഞ്ഞാണ് തന്നെ ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയ വിവരം സലീം കുമാർ അറിയുന്നത്. നീ വരുവോളം എന്ന സിനിമയിലെ നായകനും തൻ്റെ അടുത്ത സുഹൃത്തുമായ ദിലീപ് പോലും ഈ വിവരം തന്നിൽ നിന്ന് മറച്ചു വെച്ചതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി. സിനിമ തൻ്റെ ചോറല്ലെന്നും ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ തേടണമെന്നും മനസ്സിനെ പരുവപ്പെടുത്തിയ ഒരു ഭൂതകാലമായിരുന്നു അത്. എന്നാൽ പിന്നീട് പ്രതിഭയും കഠിനാധ്വാനവും കൊണ്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറാനും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കാനും സലീം കുമാറിന് സാധിച്ചു എന്നത് ചരിത്രം. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സലീം കുമാർ കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കടുത്ത വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. മുഖ്യമന്ത്രി പറവൂരിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. പ്രശസ്തമായ കൊച്ചിൻ കലാഭവനിലൂടെയാണ് സലീം കുമാർ തൻ്റെ മിമിക്രി ജീവിതത്തിന് തുടക്കമിട്ടത്. പിന്നീട് അദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ഗ്രൂപ്പിലും അംഗമായി. ഏഷ്യാനെറ്റിൽ മുൻപ് സംപ്രേഷണം ചെയ്തിരുന്ന ജനപ്രിയ ഹാസ്യ പരിപാടിയായ കോമിക്കോളയിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സജീവവും ശ്രദ്ധേയനുമായത്.